അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ രോമത്തിൻ്റെ ഒരു രോമക്കുത്തിന് ഈ കഅബയെ മൊത്തം കൂടി തൂക്കിയാൽ കിട്ടൂല. എന്നാൽ കഅബ വലിയതല്ലേ, ആണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു രോമക്കുത്തിന്, രോമല്ല, രോമത്തിൻ്റെ ഒരു ആറ്റം, ആ രോമത്തിലെ ഒരു ആറ്റത്തിന് കഅബാലയത്തെ 10,000 വട്ടം കൂട്ടിക്കെട്ടിയാൽ ഉണ്ടാവില്ല. അതാണ് മുഹമ്മദ്. അതാണ് അയിമ പുറത്തായ പുറത്താവും, അകത്തായ അർത്ഥവും. അതാക്കിയത് മുഹമ്മദാണ്, ഒരിക്കലുമില്ല. 10,000 കഅബാലയം കൂട്ടിയാൽ മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ രോമത്തിലെ ഒരു ആറ്റമിൻ്റെ വില ഉണ്ടാവില്ല. അതാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ആളെ പൊതിഞ്ഞു നിൽക്കുന്നൊരു മണ്ണിൻ്റെ മഹത്വം എത്രയാണ് മനസ്സിലാവേണ്ട പറഞ്ഞ. ആ ആളെ ഒരു സഹാബിയുടെ വലിപ്പത്രയാണ്. ആ സഹാബി ആ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന സഹാബി ആയാലും വേണ്ടില്ല. ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും കൂടിയാൽ ഒരു സഹാബിയുടെ രോമത്തിനുണ്ടാവില്ല. എല്ലാ മൊഹീദ്ദീൻ ശൈഖും ഇഫായി ശൈഖും എല്ലാ ശൈഖുലൊക്കെ വലിയവരല്ലേ, ആണ്. ഒലൊക്കെ مداما محبة الأمين الذي يملي بعقلي فلم يبق رسول أمين أكرم الخلق كله لدى حضرة الرحمن ذي الرتق والفتق جليل جميل كامل ومبشر نذير نذير مطاع عند ذي الهدي والوفق إمام لرسل الله وهو ممدهم فقد فاق من قد جاء بالحق للخلق لعمدي وما عمدي علي بهيني لنعم المقفى هاديا وعلي الخلق دعني وأبلاني محياه كلما تبدى سباني نحوه الربق بالرق فما أكا جبين الهاشمي محمدي وما كان محياه من الحسن والرفق فيا قبر جمع الكافرين സത്യനിഷേധികൾ അഹങ്കാരവുമായി കയറി വന്ന സത്യനിഷേധികളെ മുഴുവനും അടക്കം ചെയ്ത ഖബറെ അത് അർലൈറ്റും നിങ്ങൾ തൃപ്തിപ്പെടുത്തിയല്ലോ. അൽ മൗല മൗലയായ റബ്ബിനെ ബിൻ നുസ്രത്തി മുസ്തഫ നബിയെ സഹായിച്ചുകൊണ്ട്. ആ ഖബർ മുസ്തഫ നബിയെ സഹായിച്ചു. എൻ്റെ അവരെ എല്ലാവരെയും ആ ഖബർ പിടിച്ചു വിഴുങ്ങി. അവർ പുണ്യ റസൂലിനോട് എതിരിടാൻ വന്നവരാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ എതിരിടാൻ വന്നവരാണ്. അവരെ ആ ഖബർ ഒന്നുമല്ലാതെയാക്കി. അപ്പോൾ ആ ഖബറാണ് സത്യത്തിൽ ഭാഗ്യക്കാരൻ. എന്തുകൊണ്ട്? അതൊരു കവിയുടെ കാവ്യ ഭംഗിയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അതാണ് എൻ്റെ അർത്ഥം. ആ ഖബർ ഒരു ഭാഗ്യമുള്ള ഖബറാണ്. എന്തുകൊണ്ട്? ആരെയാണ് അവർ വിഴുങ്ങിയത്? ഒരു തമ്മാടിയായ ഒരു കള്ളുകുടിയൻ, ഒരു തമ്മാടി, അവൻ്റെ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു നിർഭാഗ്യവാനായ ഖബറാണ്. എന്തുകൊണ്ട്? ഈ കള്ളുടിയനെയാണല്ലോ തിന്നേണ്ടി വന്നത്. ഈ കള്ളുകുടിയൻ്റെ ഉള്ളിലല്ലേ കയറേണ്ടി വന്നത്. ഈ കള്ളുകുടിയനാണല്ലേ ഉള്ളിൽ കയറ്റേണ്ടി വന്നത്. അതേ സമയത്ത് പുണ്യ റസൂലിൻ്റെ ശത്രുക്കളെയാണ് ഒരു ഖബർ വിഴുങ്ങിയതെങ്കിൽ ആ ഖബർ സത്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശത്രുവിനെ വിഴുങ്ങിയത് കൊണ്ട് നബിയെ നിങ്ങളെ നശിപ്പിക്കാൻ വന്നവരെ, നിങ്ങളെ കൊല്ലാൻ വന്നവരെയൊക്കെ ഞാൻ അകത്താക്കി കേട്ടോ എന്നൊരു അഭിമാനം ഉണ്ടല്ലോ ആർക്ക്? ആ ഖബർ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ ഖബർ നബിയെ സഹായിച്ചു എന്നല്ല. നബിക്ക് ഖബറിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്നുമല്ല. അപ്പം നമ്മളീ പറയുന്ന പ്രവർത്തനങ്ങൾ നബിയെ സഹായിക്കലല്ലേ? ആണോ? അല്ലേ? നമ്മളെ ഈ ക്ലാസ്സുകൾ, വയലുകൾ, ഇതൊക്കെ നബിയെ സഹായിക്കലല്ലേ? ആണ്. നബിക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടോ? ഇല്ല. അത് നമ്മുടെ ഒരു അഭിമാനമാണ്. നബിക്ക് ഈ ഖബറിൻ്റെ സഹായം ആവശ്യമുണ്ടോ? ഇനി ഇതൊരു നിലക്ക് നോക്കിയാൽ ഖബറിൻ്റെ സഹായം ആണോ? പക്ഷെ ഖബറിനും അങ്ങനെ അഭിമാനം പറയാം, ഞാനും എൻ്റെ അളവിൽ നബിയെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഈ അഖിലാണ്ട മണ്ഡലങ്ങളിൽ അഖിലമുള്ള പരമാണുവിന് വരെ നബിയെ സഹായിക്കുക ഒരു അഭിമാനമാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത് അങ്ങനെ.
അത് ഒരേ ഹൈസ്യത്തിൽ. ഉദാഹരണം, ആകാശത്തിൻ്റെ കുടക്കീഴിൽ നിൽക്കുന്ന ഒരു സത്യവിശ്വാസിയെക്കുറിച്ച് ആകാശത്തിന് അഭിമാനം പറയാലോ, ഞാൻ നബിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കുടച്ചൂടി നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ സത്യനിഷേധിയോ അതെൻ്റെ ഒരു ബാധ്യത കൊണ്ട് ഞാൻ ചെയ്യാണ്. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്, ഒന്ന് ദുസ്വഭാവിയാണ്, ഒന്ന് സൽസ്വഭാവിയാണ്. രണ്ടാൾക്ക് ഒരേ അളവിൽ അയാൾ ഭക്ഷണം കൊടുക്കുമ്പോഴും സഹായം കൊടുക്കുമ്പോഴും രണ്ടിനും 2 ഹൈസിയത്ത് കാണാം. എന്താണ് ആ ഹൈസിയത്ത്? ഒന്ന്, ഞാൻ എൻ്റെ പ്രേമഭാചനമായ നിനക്ക് ഭക്ഷണം തരുന്നതിൽ അഭിമാനിക്കുന്നു. അതേ സമയത്ത് മറ്റേതോ, അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യതയാണ്. കൊടുക്കുന്ന ഭക്ഷണം ഒന്ന്, അളവ് ഒന്ന്, എല്ലാം ഒന്ന്. പക്ഷേ രണ്ടിനും 2 ഹൈസിയത്ത് കാണാം. ഹൈസിയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടിനെ കുറിച്ചുള്ള അയാളുടെ നിലപാട് സത്യത്തിൽ അളവിലല്ല പ്രശ്നം, നിലപാടിലാണ്. ഈ ദുസ്വഭാവിയായ പെണ്ണിനെ അയാൾ നല്ല ഭക്ഷണം കൊടുത്ത് ഊട്ടും, സൽസ്വഭാവിയും അയാൾ പട്ടിണി കിടക്കും. അപ്പോഴും അയാൾ പട്ടിണി കിടത്തി ആരെ? സൽസ്വഭാവിയെ. ദുസ്വഭാവിക്ക് ഭക്ഷണം കൊടുത്തു, അവിടെ അയാൾ അഭിമാനം പറയും, ഞാൻ പട്ടിണി കിടക്കാണ്, എൻ്റെ ഇപ്പം ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത്, ഓൾക്കൊരു നേരം തിന്നാൻ കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ചെയ്തു കൊടുത്തത് കടമയാണ്, ചെയ്തു കൊടുക്കാത്തത് അഭിമാനമാണ്. നിലപാടിലാണ് വ്യത്യാസം. അത് പറഞ്ഞത് മനസ്സിലായി, വളരെ ചിന്തിക്കണം. അപ്പം ഖബർ നബിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ സഹായം നബിക്ക് ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഖബറിന് തരം അഭിമാനമാണ്, ഞാൻ നബിയെ സഹായിച്ചു. അതാണ് പറഞ്ഞത്. അത് അർളയിത്തും, നിങ്ങൾ തൃപ്തിപ്പെടുത്തിയല്ലോ അൽ മൗല, മൗലയായ റബ്ബിനെ, ബിനസ്രത്തി മുസ്തഫ ഔ ബിനുസ്രത്തി മുസ്തഫ. നസ്രത്തെന്നും നുസ്രത്തെന്നും പറയാം, നസ്രത്തെന്നും പറയാം, നുസ്രത്തെന്നും പറയാം. രണ്ടും ഒരു ഭാഷ തന്നെയാണ്. സഹായിക്കൽ. ആരെ സഹായിക്കുക? അൽ മൗല, മൗലയായ റബ്ബിനെ തൃപ്തിപ്പെടുത്തി. ആരെ സഹായിക്കൽ കൊണ്ട്? ബിനസ്രത്തി മുസ്തഫ, മുസ്തഫ നബിയെ സഹായിച്ചുകൊണ്ട്. എന്താ മുസ്തഫ നബിയെ സഹായിച്ചത്? നബിയുടെ ശത്രുക്കളെ അത് വിഴുങ്ങി. പിന്നെ അപ്പം ഏതൊന്നിനും ഒരു സന്തോഷമാണ് നബിയെ സഹായിക്കൽ. നബിയെക്കുറിച്ച് സന്തോഷം പറയാത്ത ഒന്നുമില്ല. എല്ലാത്തിനും അങ്ങനെ. ഇപ്പം നേരത്തെ കഴിഞ്ഞ് ലഅല്ലി അറാക്കൻ എന്ന് പറഞ്ഞൊരു വരി കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്ക് ചെയ്തിരുന്ന അറാക്ക് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനത്തെ ഒരു വരി കഴിഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ട്. എന്തേ? നബിയെ സഹായിച്ചല്ലോ എന്നൊരഭിമാനം. നബി കുടിക്കുന്ന വെള്ളം ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തേ? നബിയുടെ ദാഹം തീർത്ത് സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. മനസ്സിലുണ്ട് പറഞ്ഞത്? അപ്പോൾ ഒരു പരമാണുവിനും ഒരു സന്തോഷമുണ്ട് നബിയെ സഹായിക്കുക. അല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കണം സദസ്സിൽ എന്താടാ, എങ്ങനെ ഒരു സദസ്സിലേക്ക് വരുന്ന അതിൻ്റെ കൃത്യമായി നേരത്തെ വരണം. ഇതേതാ ക്ലാസ് എന്നാണ് നിങ്ങൾ വിചാരിച്ചേ? ഇതെന്താണ് ക്ലാസ് എന്നാണ് നിങ്ങൾ വിചാരിച്ചേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടാക്കണേ. അതവിടെ നടത്തേണ്ട ക്ലാസ്സാണ്, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ടാക്കണം. അപ്പം നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇതിന്മേലാണ് മറ്റതൊക്കെ കിടക്കണത്. ഇത് കയറിയാൽ ഒക്കെ കയറും. ഇത് കയറിയിട്ടില്ലേ ഒന്നും കയറൂല. പിന്നെ മനസ്സിലായല്ലോ, അതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അതന്നെ. അപ്പം എല്ലാവർക്കും ഒരു അഭിമാനമാണ്. അവരെല്ലാം അള്ളാനെ തൃപ്തിപ്പെടുത്തി. എന്തേ? ആ മണ്ണിന് പറയാ, ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണേടാ? തുർബത്തിൻ അഫ്ളലു തുർബത്തിൽ അർള് ഖബ്റുൻ നബിയിൽ മുസ്തഫ അല്ലത്തി അഹാതത് ജസദഹു ഷരീഫ്. ഷറഫാക്കപ്പെട്ട ആ ശരീരത്തെ പൊതിഞ്ഞു നിൽക്കുന്ന മണ്ണ്, അതിൻ്റെ ഭാഗ്യത്രയാ. കഅബാലയത്തിൻ്റെ മണ്ണിന് പോലും ആ ഭാഗ്യമല്ല. കാരണം ആ ശരീരത്തെ പൊതിയാൻ കഴിഞ്ഞില്ലേ, അതിൻ്റെ ഭാഗ്യത്രയാ.
അത് നമുക്ക് തിരിയാത്തത് എന്തുകൊണ്ടാണ്? ആ ശരീരം എന്താന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആ ശരീരം എന്താന്ന് മനസ്സിലാവണം. ഞാൻ കഅബയിലെ മണ്ണും കല്ലുമാണ് എന്ന് പറഞ്ഞ പ്രസംഗം കഴിഞ്ഞിട്ട് വലിയ ആക്ഷേപിക്കപ്പെട്ടു. പക്ഷേ ഞാനതിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിപ്പോഴും അത് തന്നെയാണ്. എൻ്റെ മനസ്സ് അവിടെ തന്നെയാണ്. ഞാൻ കഅബയെ ആക്ഷേപിച്ചതല്ലത്. പുണ്യം അത് രണ്ടാം സ്ഥാനേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ രോമത്തിൻ്റെ ഒരു രോമക്കുത്തിന് ഈ കഅബയിലെ മൊത്തം കൂടി തൂക്കിയാൽ കിട്ടൂല. എന്നാൽ കഅബ വലിയതല്ലേ, ആണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു രോമക്കുത്തിന്, രോമല്ല, രോമത്തിൻ്റെ ഒരു ആറ്റം, ആ രോമത്തിലെ ഒരു ആറ്റത്തിന് കഅബാലയത്തെ 10,000 വട്ടം കൂട്ടിക്കെട്ടിയാൽ ഉണ്ടാവില്ല. അതാണ് മുഹമ്മദ്. അതാണ് അതിന്മ പുറത്തായ പുറത്താവും, അകത്തായ അർത്ഥവും. അതാക്കിയത് മുഹമ്മദാണ്. ഒരിക്കലുമില്ല. 10,000 കഅബാലയം കൂട്ടിയാൽ മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ രോമത്തിലെ ഒരു ആറ്റമിൻ്റെ വില ഉണ്ടാവില്ല. അതാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ആളെ പൊതിഞ്ഞു നിൽക്കുന്നൊരു മണ്ണിൻ്റെ മഹത്വം എത്രയാണ് മനസ്സിലാവേണ്ട പറഞ്ഞ്. ആ ആളെ ഒരു സ്വഹാബിയുടെ വലിപ്പത്രയാണ്. ആ സ്വഹാബി ആ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന സ്വഹാബി ആയാലും വേണ്ടില്ല. ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും കൂടിയാൽ ഒരു സ്വഹാബിയുടെ രോമത്തിനുണ്ടാവില്ല. എല്ലാ മുഹദ്ദീൻ ശൈഖും ഇഫായി ശൈഖും എല്ലാ ശൈഖുലൊക്കെ വലിയവരല്ലേ, ആണ്. ഓലൊക്കെ ബഹുമാനിക്കുന്ന ആളല്ലേ ഞാൻ, ആണ്. പക്ഷെ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു സ്വഹാബിയുടെ രോമത്തിൻ്റെ ഖദറുണ്ടാവില്ല. എന്തുകൊണ്ട്? അവരെ ആ പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട മജ്‌ലിസിൽ അവർ ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ ഷറഫിന് ഒന്നിനുമില്ല. അവർ മുത്തഈങ്ങളായി റസൂലുള്ളാഹിക്ക് തല താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ മുന്നിൽ അവർ പഞ്ചപുച്ഛമടക്കി മുത്തിയായി വഴപ്പെട്ട് ഇരുന്നോർത്തിട്ടുണ്ട്. എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളെയും കൂട്ടിയാൽ ഖദീജ ബിവിയുടെ രോമത്തിനുണ്ടാവില്ല. എൻ്റെ ആ ഖദീജയുടെ ശരീരം റളിയല്ലാഹു അൻഹ മുസ്തഫ നബിയെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് വില. അതിനപ്പുറമൊന്നുമില്ല. ഒരു നഫീസത്തുൽ മിസ്രിയത്തുല്ല, കൂഫിയത്തുല്ല, ഒരാളുമില്ല. ഒക്കെ വലിയവരല്ലേ. ഫീ നഫ്സി വലിയവരാണ്. ഖദീജാൻ്റെ രോമത്തിനുണ്ടാവില്ല, ആയിഷ ബീവിൻ്റെ രോമത്തിനുണ്ടാവില്ല. ഞാൻ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ കൂടി ആ ഖദീജ ബീവിനോട് എത്തൂല. എന്തേ? ഖദീജ ബീവി പ്രസവിച്ചു കൊടുത്തിട്ടുണ്ട്. ആരെ? മുസ്തഫ നബിക്ക് മക്കളെ. എന്നല്ല, ലോകത്തിൻ്റെ കനകക്കട്ടയായ ഫാത്തിമത്തു സഹറയെ പ്രസവിച്ചത് ഖദീജയാണ്. ഞാൻ അതിൻ്റെ മേലാരുമില്ല. ഫാത്തിമ എന്നും നിലനിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആ ഫാത്തിമാൻ്റെ മക്കളാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത്. ആ ഫാത്തിമാൻ്റെ മോനെയാണ് ഇന്ന് ലോകം കാത്തിരിക്കുന്നത്. റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമാനെ പ്രസവിച്ച ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവിക്ക് അത്ര വേറെ ഒരു പെണ്ണും ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം മറ്റേ പെണ്ണുങ്ങൾ ചെറുതാക്കലാണ്? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കൂട്ടിയാൽ റസൂലുള്ളാഹിയുടെ ഒരു ഭാര്യയുടെ ഒരു ഖദറുണ്ടാവില്ല, ഒരു രോമത്തിനുണ്ടാവില്ല. അതേ സമയത്ത് ഇവരെല്ലാം കൂട്ടിയാൽ എല്ലാവരും കൂട്ടിയാൽ ഖദീജ ബീവിൻ്റെ രോമത്തിനുണ്ടാവില്ല. എൻ്റെ ഖദീജ ബീവി ഫാത്തിമ ബീവി പ്രസവിച്ചു കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ ആരാ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകാവസാനം വരെയുള്ള പെണ്ണാണ്. ലോകാവസാനം വരെ അതിന് പകരഞ്ഞൊരു പെണ്ണില്ല. അതിനൊരു പകരം ഇല്ല. ഇന്നും നമ്മൾ കാത്തിരിക്കാണ് ഫാത്തിമാന്റെ മോനെ റളിയല്ലാഹു അൻഹ. ആ മോൻ വന്നാൽ തീരാത്തൊരു പ്രശ്നമില്ല. 840 കോടി ജനങ്ങളുണ്ടായിട്ട് കാര്യമില്ല. ഫാത്തിമാന്റെ മോൻ പ്രത്യക്ഷപ്പെടണം റളിയല്ലാഹു അൻഹ. തീരാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അതാണ് ഫാത്തിമ. ആ ഫാത്തിമാനെ പ്രസവിക്കാൻ കഴിഞ്ഞതാണ് ആരുടെ പ്രത്യേകത? ഖദീജത്തുൽ കുബ്ര. അള്ളാഹുരെ ദർജേറ്റി കൊടുക്കട്ടെ. അവരെ ഹക്കുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞില്ലേ, അല്ലാഹു ഖൈറൻ മിന്നാ, ഒരു തൊണ്ടിയായ പെണ്ണല്ലേ, അതിനേക്കാൾ നല്ല പെണ്ണുങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഫഗളിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഅതാനി മിസ്ലഹാ. എന്റെ ഈ പറഞ്ഞ ആയിഷ അതിനേക്കാളും നല്ലൊരു തന്നില്ലെന്നു. മാ അഅതാനി അല്ലാഹു മിസ്ലഹാ, അതുപോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് തന്നിട്ടില്ല, തരൂല്ല. ആരെപ്പറ്റി പറഞ്ഞു? ഖദീജയെ പറ്റി പറഞ്ഞു. ആരോട് പറഞ്ഞു? ആയിഷ ബീവിയോട്. ആയിഷ ബീവി ആലോചിച്ചു, എന്താ പഠിച്ചോനെ, ലൊമിത്തു ഖബല ഹാദൽ, ഇന്നലെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഇന്നത് കേൾക്കേണ്ടിയില്ലായിരുന്നു, എനിക്ക് സഹിക്കാൻ കഴിയില്ല. ലൈതഹു സഖത്ത്, നബി ഒന്ന് വീണ് നിർത്തിയെങ്കിൽ, മുട്ടിട്ടേഞ്ഞ് വീണു നബിയുടെ മുന്നിൽ. ലൈതഹു സഖത്ത്, അതൊന്നും നിർത്തിയിരുന്നെങ്കിൽ. ഖദീജയെ പറ്റി പറഞ്ഞപ്പോൾ നബി പറഞ്ഞുകൊണ്ടിരുന്നു, മാഅതാനി അല്ലാഹു മിസ്ലഹ, അങ്ങനത്തെ ഒരു പെണ്ണിന് അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. ആരെപ്പറ്റി പറഞ്ഞു? ഖദീജ റളിയല്ലാഹു അൻഹാ. ഇതൊക്കെയാണ് കുട്ടികളെ ഈ പറയുന്നത്. അതിൻ്റെ അർത്ഥം ആയിഷ ബിൻ മോശാക്കലാണോ? ആണോ? അല്ല. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള മണ്ണ് കഅബയിലെ മണ്ണല്ല, മുഹമ്മദ് മുസ്തഫാനെ പൊതിഞ്ഞു നിൽക്കുന്ന ഷറഫാക്കപ്പെട്ട ഖബറിലെ മണ്ണാണെന്ന് മനസ്സിലാകാത്ത കാലത്തോളം നീ മൂമിനാകൂല, നീ നിസ്കാരക്കാരനോ, നീ നോമ്പുകാരനോ, നീ വിക്രിയല്ലോനോ ആരാവൂല, മുഅ്മിനാകൂല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എന്നെ സ്നേഹിക്കാതെ നിങ്ങൾ മുഅ്മിനാവൂല. ലോകത്താരെക്കാളും എന്നെ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കലാണ് ആ മണ്ണിനെ സ്നേഹിക്കൽ. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ എന്ന മുനാഫിഖ് ഹബീബായ റസൂലുള്ളാഹിയുടെ കഴുതയെ ആക്ഷേപിച്ചപ്പോൾ ഒരു സഹാബി ഓടി വന്നിട്ട് എന്ത് ചെയ്തു? ചെരിപ്പൂറ്റിട്ട് തലക്കടിച്ചു. എന്താ വിചാരം? റസൂലുള്ളാഹിയുടെ കഴുതയെ ആക്ഷേപിക്കണം എന്താണ് വിചാരിച്ചു? ഖുർആൻ ആക്ഷേപിച്ച ജീവിയാണ് ഏത്? പറയടെ, എന്തിടെ നോക്കിയിരിക്കണം. ഖുർആൻ ആക്ഷേപിച്ച ജീവിയാണ് ഇത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും അലോരസ ശബ്ദം കഴുതയുടേതാണ്. ഏറ്റവും അരോചക ശബ്ദം കഴുതയുടേതാണ്. ഖുർആൻ ആക്ഷേപിച്ച ജീവിയാണ് കഴുത. അതേ സമയത്ത് ആ കഴുതപ്പുറത്ത് ഇപ്പൊ ആരുണ്ട്? മുഹമ്മദ് മുസ്തഫ ഉണ്ട്. അപ്പോൾ ആ കഴുതയുടെ വില കണക്കാക്കാൻ അപ്പോഴും അയാൾ ആ കഴുത അല്ലാഹുവിന്റെ റസൂല് ഉപയോഗിച്ചൊരു കഴുതയെ ആക്ഷേപിക്കുന്നത് പോലും സ്വഹാബിക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ആ കഴുതപ്പുറത്ത് ആരുണ്ട്? പുണ്യ റസൂലുണ്ട്. ഇന്നലി ഹിമാരി കരീഹൻ, നിങ്ങളുടെ കഴുതക്കൊരു പ്രത്യേക വാസനയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മോശപ്പെട്ട വാസനയാണ്. സ്വഹാബി ചെരിപ്പൂറ്റി അടിച്ചു. ചെരിപ്പേ ആളെ കൈ കിട്ടി അടിച്ചു. റസൂലുള്ളാഹിയുടെ കഴുതയെ ആക്ഷേപിക്കണം. ഇന്നലി ഹിമാരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റീഹൻ അത്യബ മിൻ റീഹിക്. എടാ, നിന്നെക്കാളും നല്ല വാസനയാടാ റസൂലുള്ളാഹിയുടെ കഴുതയുടെ വാസന. ഇവിടെ എന്റെ സ്വഹാബിയേത്? ഇങ്ങോട്ട് നോക്ക്. ഇവിടെ എന്റെ സ്വഹാബിയേത്? അല്ലാഹു ബഹുമാനിച്ച വർഗത്തിൽപ്പെട്ടവനെ നിന്ദിച്ചു, അല്ലാഹു നിന്ദിച്ചതിൽപ്പെട്ടവനെ ബഹുമാനിച്ചു. ഇവിടെ അട്ടിമറിച്ചു. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ അല്ലാഹു തആല ബഹുമാനിച്ചു. അല്ലേ? പറയൂ, ബഹുമാനിച്ചു. പറയടേ, ആരാ റസൂലുള്ളാഹ്? ആരാ റസൂലുള്ളാഹ്? പഠിക്ക്. ഇവിടെ എന്ത് ഈ സ്വഹാബിയേറ്റത്? വലഖദ് കറംനാ ബനി ആദം. ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും ആരിൽ പെടുവല്ലോ? പറടോ, ഈ മുനാഫിഖാണെങ്കിലും ഇവനും എന്തിൽ പെടുവല്ലോ? ഭാഷാപരമായി ഇവനും എന്തല്ലേ? ബനു ആദമല്ലേ? ആദമിന്റെ പുത്രനല്ലേ? എന്നിട്ട് നിന്ദിച്ചു ആദം പുത്രനെ. ആര് ബഹുമാനിച്ച? അല്ലാഹു ബഹുമാനിച്ച വർഗമാണ് ആദം പുത്രന്മാർ. അതിൽപ്പെട്ട ഒരാളെ നിന്ദിച്ചു. എന്നിട്ട് ആരെ ബഹുമാനിച്ചു? അല്ലാഹു നിസ്സാരപ്പെടുത്തിയ ജീവിയാണ് ഏത്?
കഴുത, അതിൽപ്പെട്ട ഒന്നിനെ ബഹുമാനിച്ചു. എന്തേ? തഅല്ലഖ ബിറസൂലില്ല, അത് നബിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നബിയുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനുള്ളൂ. ബഹുമാനം നബിയോട് ബന്ധപ്പെടലാണ്. അല്ലതൊന്നിനും ബഹുമാനില്ല. മറ്റൊക്കെ നമുക്ക് വർത്താനം പറയാം, അങ്ങനെ ഇങ്ങനെ, പക്ഷെ ബഹുമാനില്ല. അത്രയുള്ളൂ. അതുകൊണ്ടാണ് മദീനയിലെ മണ്ണ് എൻ്റെ കണ്ണിൻ്റെ സുർമയായെങ്കിൽ എന്ന് ഇഖ്ബാൽ പറഞ്ഞു. അദ്ദേഹം പ്രവാചകൻ, മുത്തുനബിൻ്റെ പ്രേമിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറയും. അതുകൊണ്ടാണ് സയ്യിദുന മാലിക് ബിൻ അനസ് മദീനയിൽ വാനം കയറാതിരുന്നത്. ആ മണ്ണിനെ ബഹുമാനിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടെ ആരുണ്ട്? സൊല്ലുണ്ട്. അതിന്നും മുസ്ലിമീങ്ങൾ പുലർത്തുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും മുസ്ലിമീങ്ങൾ പുലർത്തുന്നു. ലോകത്തെ ഏറ്റവും ക്വയറ്റായ ഒരു പട്ടണമുണ്ടെങ്കിൽ അത് മദീനയാണ്. ഹോണടിക്കൂല. അതേ സമയത്ത് നേരെ ഹറമെന്ന്, മക്കയിലെ ഹറമെന്ന് പുറത്തങ്ങോട്ട് ഇറങ്ങിയാൽ ഓട്ടം, ചാട്ടം, പാച്ചിരി, കള്ളി, അത് വീത് എല്ലാം ബഹളവും ഒച്ചയും വിളിയും. മക്കയെ നിസ്സാരപ്പെടുത്തിയല്ല. ഈ ആസുരകാലത്ത് ഇത്രയേറെ മനുഷ്യ സമൂഹം പുറകോട്ട് പോയ കാലത്തും മാനവ സമൂഹം ബഹുമാനിക്കുന്ന പട്ടണമാണ് മദീന. എന്ത് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. അതാ കാരണം. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ആ ആളെപ്പോലെ ഷറഫുള്ള ഒന്നുമില്ല. ആ ആളെ കഴുതിയാൽ മതി. നമുക്ക് തോന്നുന്നില്ലേ, പടച്ചോനെ എനിക്ക് റസൂലുള്ളാഹിനെ കഴുതിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു വരിയുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അല്ലമീൻ്റെ അറാക്കായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ചെരുപ്പിൻ്റെ ചോട്ടിലുള്ള മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വരി കഴിഞ്ഞു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞ പിന്നെ പോയി അല്ലാഹു തആല റസൂലുള്ളാഹിനോടുള്ള പരിധിയില്ലാത്തൊരു സ്നേഹം അല്ലാഹു നമുക്ക് ഇട്ട് തരട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മേലൊരു സ്നേഹം ഉണ്ടാകണമെങ്കിൽ അല്ലാഹു തന്നെ ഉദ്ദേശിക്കണം. അല്ലാഹു തആല ആ സ്നേഹം നമുക്ക് ഇട്ട് തരട്ടെ. നബിയോടുള്ള സ്നേഹം അല്ലാഹു ഇട്ട് തരട്ടെ. നബിയോടുള്ള ഒരു സ്നേഹം, അതിരില്ലാത്ത സ്നേഹം, അതിനതിരില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചരിത്രത്തിൽ കാണാം, ഉസ്താദ് പഠിക്കാത്ത കുട്ടിയെ അടിക്കാൻ വേണ്ടി വടി ഉയർത്തി. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഇസ്മുഹു മുഹമ്മദ്, അവൻ്റെ പേര് റസൂലുള്ളാഹിൻ്റെ പേരാണ്. വടി താഴ്ത്തി. എന്തേ? പേടിച്ചിട്ട്. മുഹമ്മദ് എന്ന പേരുള്ള ഒരാളെ അടിക്കണ്ട. ആളെ പേര് മുഹമ്മദാണല്ലോ. യാ അല്ലാഹ്. ഗുരു കൈ പൊക്കി വടിയെടുത്തു അടിക്കാനുണ്ട് ഒരുങ്ങി പഠിക്കാത്ത കുട്ടിയെ. അപ്പോഴേത്തിന് വടി പൊങ്ങി. അപ്പോഴാണ് ഗുരുവിന് ഓർമ്മ വരുന്നത്, എന്ത്? പിന്നെ പേര് മുഹമ്മദല്ലേ. വടി താഴ്ത്തി. എൻ്റെ ഭയം, എന്തിനോടുള്ള ഭയം? മുഹമ്മദ് എന്ന പേരിനോടുള്ള ഭയം. ഇവൻ പഠിക്കാത്ത കീറാമുട്ടിയ, എന്നാലും എൻ്റെ പേരെന്താണ്? മുഹമ്മദ്. ആളെ നരകം തൊടും. ആ പേര് ഇവൻ കീറാമുട്ടിയ, എന്നാലും എൻ്റെ മേലൊരു പേരിട്ടിട്ടുണ്ട്. എന്ത്? മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കൾക്കൊക്കെ മുഹമ്മദ് എന്ന് പേരിടണം. എൻ്റെ 3 ആൺകുട്ടികൾക്കും റസൂലുള്ളാഹിയുടെ പേരാണ്. 2 ആളെ പേര് മുഹമ്മദ്, ഒരാളെ പേര് അഹമ്മദ്. റസൂലുള്ളാഹിയുടെ പേര്. അല്ലാഹു അതുകൊണ്ട് നമ്മളെയൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മുഹമ്മദ് എന്ന എൻ്റെ പേരും റസൂലുള്ളാഹിൻ്റെ പേരാണ്. എൻ്റെ പേര് റസൂലുള്ളാഹിൻ്റെ പേരാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റഹ്മത്ത് എന്നുള്ളതാണ് എൻ്റെ പേര്. അത് റസൂലുള്ളാഹിൻ്റെ പേരാണ്. റസൂലുള്ളാഹിൻ്റെ ഓമന പേരാണ്. അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുത്ത ഓമന പേരാണ് എന്ത്? റഹ്മത്ത്. പിന്നെ അല്ലാഹ് അതിൻ്റെ തൗഫീഖാണ്. അതിൻ്റെ തൗഫീഖ് ഇരിക്കും ഞങ്ങളെ മുന്നിലിരിക്കണം. അതിൻ്റെ പേരതാണ്. പേരിനെ ബഹുമാനിച്ച് ഒരാൾക്ക് പേരിട്ടിട്ടുണ്ടെങ്കിൽ
ആ വ്യക്തിക്കൊരു ഹൈറുണ്ടാവും. കാരണം ആ പേരിന് ഭയങ്കര വിലയാണ്. ഫാത്തിഹ സൂറത്തിൽ അള്ളാഹ് എന്ന് 2 വട്ടമാണ്, റഹ്മത്ത് എന്ന് 4 വട്ടമാണ്. ഫാത്തിഹ സൂറത്തിൽ അള്ളാഹു എന്ന് 2 വട്ടമാണ്, അതേ സമയത്ത് റഹ്മത്ത് 4 വട്ടമാണ്. അതാ റഹ്മത്ത് ഭയങ്കരമാണ് എൻ്റെ വില. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു മുസ്തഫ നബി ആ പേര് അതിന്മേ ചുറ്റിപ്പറ്റും. എൻ്റെ കുട്ടികൾക്ക് മുഴുവൻ ഞാൻ റസൂലുള്ളാഹിന്റെ പേരിട്ട്. ഓക്കെ. ആദ്യത്തെ കുട്ടിയുടെ പേര് ഉമ്മു ഹബീബ എന്നാണ്. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ പേരാണ്. പിന്നത്തെ കുട്ടിയുടെ പേര് ആയിഷ എന്ന്. 2 ആയിഷയാണ്. 2 ആയിഷയുണ്ട്. 6 പെൺകുട്ടികളിൽ ഒരു ഉമ്മു ഹബീബ, 2 ആയിഷ, ഒരു ഖദീജ, ഒരു സൈനബ്, ഒരു ഫാത്തിമ. അങ്ങനെയാണ്. ഒരു ഉമ്മു ഹബീബ, ഒരു ഫാത്തിമ, 2 ആയിഷ, ഒരു ഖദീജ. ഇതാണ് ഒരു സൈനബും. അതാണ് എൻ്റെ കുട്ടികളുടെ പേര്. പെൺകുട്ടികളുടെ പേര്. ആൺകുട്ടികളുടെ പേര് 2 മുഹമ്മദ്, ഒരു അഹമ്മദ്. റസൂലുള്ളാഹിൻ്റെതാണ്. റസൂലുള്ളാഹിയുമായി കൂട്ടിക്കെട്ടണം. അതുകൊണ്ടെങ്കിലും നാളെ നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ അല്ലാഹ് നമ്മൾ രക്ഷപ്പെടും. കാരണം നമ്മൾ എന്തപ്പം നമ്മളെ അവസ്ഥ? നമ്മളൊരു അമൽ ചെയ്താൽ ആ അമൽ നമ്മൾ ബാത്തിലാക്കിയതിൻ്റെ മൂലക്കൊക്കെ ഇല്ല. എൻ്റെ ആയുസ്സിൽ നീ ചെയ്ത് കൂട്ടിയ മോശത്തരങ്ങളുടെ മൂലക്കൊക്കെയുള്ള അമലിപ്പോൾ ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനുള്ളത്? 10 വാഴ കുഴിച്ചിട്ടിട്ട് 1000 വാഴ വെട്ടിപ്പോന്നു. ഓന് കൂലി കൊടുക്കുമോ? മുതലാളി ഒരാളെ വാഴ കുഴിച്ചിടാൻ ഏൽപ്പിച്ചു. ഓൻ വൈകുന്നേരം ആയപ്പോഴത്തിന് 10 വാഴ കുഴിച്ചിട്ടും ചെയ്തു, 1000 വാഴ വെട്ടും ചെയ്തു. ഓനെ കൂലിയാണോ അതോ ഓൻ്റെ തല വിട്ടാണോ വേണ്ടത്? അതാണ് എൻ്റെ അമല്. ജാഹിലേ, എന്താമലാണ് നമുക്ക്? എനിക്കമലില്ല, ഉറപ്പിന് എനിക്കമലില്ല. റഹ്മത്തോണ്ട് രക്ഷപ്പെട്ടെങ്കിലുള്ളൂ. എനിക്ക് എൻ്റെ വാപ്പ റസൂലുള്ളാഹിന്റെ പേരാണ് എനിക്ക് വെച്ചത്. അതുകൊണ്ട് നാളെ രക്ഷപ്പെട്ടെങ്കിലേ ഉള്ളൂ. കാരണം റഹ്മത്ത് നാം ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. അല്ലാതെ അമൽ കൊണ്ടുള്ള പ്രതീക്ഷ എനിക്കില്ല. ഇല്ലെന്നെ, ഞാൻ നേരെ പറയാണ്, ഇല്ലെന്നെ. പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ട്. എൻ്റെ പേരതാണല്ലോ. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരല്ലേ അത്. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ഓക്കെ. തല കൊടുക്കണം. നബിയുമായി ബന്ധപ്പെട്ട് കൈദിയാണെങ്കിൽ ആ കൈദ ഷറഫാക്കപ്പെട്ട കൈദിയാണ്. അവിടെ ബനുവാദം ഒന്നുമല്ല. ബനുവാദൻ്റെ തലക്ക് തല്ലി ബഹുമാനിച്ചു. ആരെ? കൈദ്. നേരട്ടി മറിച്ചു, നെറും തലക്കടിച്ച്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഹാമിലു നാലൈ റസൂലില്ലാ. റസൂലുള്ളാഹിന്റെ 2 ചെരുപ്പും ഏറ്റി നടന്ന ആളാരാ? ആദ്യം ഖുർആൻ പരസ്യമായി ഓതിയ ആൾക്ക് അടുത്ത ഷറഫിന് ഹാമിലുലി നാലൈ റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വഹിച്ച ആളെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ മനുഷ്യൻ എന്ത് ചെയ്യും? റസൂലുള്ളാഹിന്റെ ചെരുപ്പ് ഇവിടെ അങ്ങനെ പിടിക്കും. റസൂലുള്ളാഹി ഒരു സദസ്സിൽ കയറിയ ചെരുപ്പ് ഇവിടെ ഇട്ടു. ഇവിടെ ആ ചെരുപ്പ്